സൈക്കോളജി ഓഫ് ദി ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലഘട്ടത്തിനനുസരിച്ച് കാലഘട്ടത്തിന് ഉതകുന്ന വിധത്തിൽ ഇത്തരം വിഷയങ്ങളെ പറ്റി നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് പഠിക്കുകയായിരുന്നു. ഏറ്റവും പ്രത്യേകമായിട്ട് ഇപ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പഠനങ്ങളാണ് നമ്മളിപ്പോൾ പഠന വിഷയമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർ പഠനങ്ങൾ അതാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. സാർ, യെസ് ടെസ, തീർച്ചയായിട്ടും പോപ്പ് ഫ്രാൻസിസ് വളരെയധികം കാര്യങ്ങൾ ഈ ജെൻഡർ ഐഡിയോളജി എതിർത്തുകൊണ്ട് നമുക്ക് പഠനങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളത് തുടർച്ചയായിട്ട് കുറേ പഠനങ്ങൾ, ഏറ്റവും കൂടുതൽ ഒരു പക്ഷേങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രഷർ കൊണ്ട് പോപ്പ് ഫ്രാൻസിസ് പല അവസരങ്ങളിലായിട്ട് അത് പല വിധത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് കാണുക എന്നുള്ളത് വളരെ അധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്, അദ്ദേഹം പറഞ്ഞത് നമ്മുടെ യുവജനങ്ങൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് ഈ ഐഡിയോളജിയൊക്കെ ഒരുപാട് അവരെ പ്രഷറൈസ് ചെയ്യുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മളാണ് അവരെ സപ്പോർട്ട് ചെയ്ത് ദൈവം ദാനമായി കൊടുത്തിരിക്കുന്ന അവരുടെ ഐഡൻറ്റിറ്റിയെ സ്വീകരിക്കുവാൻ, അതേപടി സ്വീകരിക്കുവാൻ നാം സഹായിക്കേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അതല്ല എങ്കിൽ ഈ ജനറേഷൻ ചിന്തിക്കും നമ്മൾ നമ്മുടെ മേലും ഈ പ്രപഞ്ചത്തിന്മേലെല്ലാം അധികാരമുള്ള ഒരു പ്രജാപതിയായിട്ട്, ഒരു ക്രിയേറ്ററായിട്ട് നമുക്കെന്നും ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു മിഥ്യാലോകം നമ്മുടെ യുവജനങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ പഠനം തന്നെ നമ്മൾ തുടരുകയാണ്. ഈ അമോറിസ് ലെറ്റീഷ്യയിൽ 2016 ഒരു പ്രബോധനമാണത്. അപ്പസ്തോലിക് എക്സോർട്ടേഷൻ അല്ലെങ്കിൽ അപ്പസ്തോലിക് പ്രബോധനം എന്ന് പറയും. അപ്പോൾ അവിടെ അദ്ദേഹം 255 പാരഗ്രാഫിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ആണോ പെണ്ണോ ആയ താൻ ആരാണെന്ന ഒരു വ്യക്തിയുടെ സ്വയ അവബോധമാണ്. അപ്പം നമ്മളെ തന്നെ ഒന്നുകിൽ ആണ് അല്ലെ പെണ്ണാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു അവയർനെസ് തന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ഇടപെടലുകളിൽ അതൊരുപാട് നമ്മളെ സ്വാധീനിക്കും. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞത്. കഴിഞ്ഞതിൻ്റെ 1-2 എപ്പിസോഡിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടെങ്കിൽ എവറിത്തിങ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളതെല്ലാം ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലായിരിക്കും നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റും. സാർ പറഞ്ഞ പോലെ ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരാണാണ് അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണ് എന്ന് ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റണം ഒരാൾക്ക്. അങ്ങനെ ഒരു ജെൻഡർ ഡിസ്ഫോറിയ ആണെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുമ്പോഴാണ് ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്നതെന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. കാരണം അവർക്കുണ്ടാകുന്ന പിയർ പ്രഷറിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, അവരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരുപാട് മാനസിക സംഘർഷങ്ങൾക്ക് അവര് വിധേയരാകും. അപ്പോൾ അത് നമ്മൾ ഇവിടെ പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് നമ്മളാണ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്, ഈ ഒരു സെൽഫ് അവെയർനെസ് അവർക്ക് വളർത്തിയെടുക്കാനായിട്ട്. ഈ വിധത്തിൽ മാത്രമേ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മറ്റൊരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ പ്രത്യേക പ്രകൃതങ്ങളെ നമുക്കുള്ള സമ്മാനങ്ങളായി കരുതി സ്വീകരിക്കുവാനും പരസ്പരം പരിപോഷിപ്പിക്കുവാനും ആവൂ. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ് നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ സെക്ഷുവാലിറ്റി, ഈ ഒരു ബോധ്യം നമുക്കില്ലെങ്കിൽ പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കാനോ അവരെ നമ്മൾ ഒരു ഗിഫ്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണാനോ അവരെ പരിപോഷിപ്പിക്കുവാനോ സമൂഹത്തിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. മറ്റുള്ളവരെ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ ആരാണെന്ന് ആദ്യമേ തിരിച്ചറിയണം. നമ്മളെ തന്നെ നമ്മൾ അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് സൈക്കോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തിക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. സാർ, ഇതിനകത്ത് ഞാനൊരു വേറൊരു വശം, ഒരു സംശയമായിട്ട് ചോദിച്ചോട്ടെ. അതായത് നമ്മൾ ആരാണെന്നുള്ളൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള ഒരു വ്യക്തി മറ്റേ ആളുടെ
ഐഡന്റിറ്റി ആണോ അതോ മറ്റേ ആളുടെ സ്വഭാവ രീതികൾ, അങ്ങനെ എല്ലാത്തിനെയും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ. എന്തിനേയും സംശയിക്കാം, സംശയത്തോടു കൂടി നോക്കാൻ പറ്റും. അതായത് ഞാൻ ഒരു ബയോളജിക്കൽ മെയിൽ ആണേലും ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് ഒരു വേറൊരു ഐഡൻറ്റിറ്റി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള കൺഫ്യൂഷൻസും ഞാൻ വേറൊരാളെ കാണുമ്പോഴും, ഒരുപക്ഷെ ബയോളജിക്കലി ആ വ്യക്തി ഒന്നുകിൽ ആണായിരിക്കാം പെണ്ണായിരിക്കാം, നമ്മുടെ മനസ്സിൽ ആളും എന്നെപ്പോലാകാം എന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ തീർച്ചയായിട്ടും ഒരു കണക്റ്റഡ്, ഒരു റിലേറ്റഡ് ഐഡൻറ്റിഫിക്കേഷൻ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ അവരുടെ സ്വഭാവ രീതികൾ, ഇപ്പം നമ്മൾ പറയുമല്ലോ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അയാളെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അങ്ങനെയുള്ള കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ളൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പോപ്പ് ഫ്രാൻസിസ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരെ നമുക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട്, കാരണം നമ്മുടെ വ്യക്തിത്വത്തെ ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലേൽ കോമൺ സെൻസ് ആണ് അടുത്ത വ്യക്തി, എൻ്റെ അടുത്തിരിക്കുന്ന ആളിനെയും എനിക്ക് ഒരു ഗിഫ്റ്റായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കമ്മ്യൂണിറ്റിയോടുള്ള, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോടുള്ള, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കുടുംബത്തോടുള്ള ആ ഏത് യൂണിറ്റിലാണേലും ആ ഒരു പരസ്പരം ഗിവ് ആൻഡ് ടേക്ക് പരിപോഷിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ നഷ്ടപ്പെടുകയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. വീണ്ടും നമ്മൾ തുടരുമ്പോൾ, വ്യത്യസ്തരായിരിക്കുന്നതിലുള്ള ഭയം വെടിഞ്ഞാലേ സ്വാർത്ഥതയിൽ നിന്നും സ്വയം കേന്ദ്രീകൃതമായ ജീവിതശൈലിയിൽ നിന്നും നാം വിമുക്തരാവൂ. നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് ചിന്തിക്കുന്ന ആ ഭയം വെടിഞ്ഞെങ്കിൽ മാത്രമേ, അവിടെ പരിശുദ്ധ പിതാവ് പറയുകയാണ്, ആ ഭയം വെടിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ സ്വാർത്ഥതയുടെ കെട്ടുകളെ പൊട്ടിക്കുവാനും സ്വയം കേന്ദ്രീകൃതമായ ജീവിതശൈലിയിൽ നിന്നും നമുക്ക് ഒരു വിമുക്തി നേടാൻ പറ്റുള്ളൂ. നമ്മൾ എന്താണെന്നുള്ളൊരു ചിന്തയിലാണ് മുഴുവൻ നേരം നിൽക്കുന്നത് അല്ലെ. ഞാനിനി പലതിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇനി എനിക്കിങ്ങനെ ഞാൻ പെണ്ണാണ്, ഞാനിനി ആണിന്റെ സ്വഭാവ രീതി ആണോ, എനിക്ക് ഒരു ചേഞ്ചിനുള്ള ഇതൊരു ട്രാൻസിഷൻ വേണോ എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുമ്പോൾ നമ്മൾ സെൽഫ് ഓറിയന്റഡ് ആണല്ലേ കുറെ. അപ്പൊ പിതാവ് പറയുന്ന ഇതാണ്, ഈ ഒരു ഭയം, ഞാൻ ഡിഫറൻ്റ് ആണ്. അപ്പൊ ദൈവം തന്നിരിക്കുന്ന നമുക്കത് ക്ലിയർ ആണ്. ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന നമ്മുടെ ശരീരവും സെക്ഷുവാലിറ്റിയും അത് ദൈവത്തിൻ്റെ ഡിസൈനിൽ നമുക്ക് നൽകിയിരിക്കുന്ന, ഞാനതിൽ നിന്നും വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ഞാൻ ഡിഫറൻ്റ് ആണ്, ഇതല്ല എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഭയം, ആ ഭയത്തെ നമ്മൾ വെടിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമ്മുടെ സ്വാർത്ഥതയുടെ കെട്ടുകൾ പൊട്ടിച്ച് നമ്മൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനുമൊക്കെ പ്രയോജനമുള്ള വ്യക്തികളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരു സോഷ്യൽ ബീയിങ് ആകാൻ പോലും ഇത് ഒരുപാട്, കാരണം അത് പറയുമ്പോൾ ടെസ അത് പറഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഐഡിയോളജി പ്രചരിപ്പിക്കുന്ന ആളുകളും ഇതിനെ എൻകറേജ് ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഒരു ലിമിറ്റഡ്, ഒരു പ്രത്യേക ടൈപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ സപ്പോർട്ടാണ്. അപ്പം അത് പലപ്പോഴും അവർക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും ഇവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും ഇവരുടെ സേവിയേഴ്സ് ആയിട്ടൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളും ഓർഗനൈസേഷൻസും വരും. ആ ഒരു ആസ്പെക്റ്റ് അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്ന ഒരു നാച്ചുറൽ സൊസൈറ്റി, ഒരു നാച്ചുറൽ ഓർഡറിലുള്ള സൊസൈറ്റി, സ്ത്രീയും പുരുഷനും കുടുംബവും വിവാഹവും അങ്ങനെ കുഞ്ഞുങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ദൈവത്തിൻ്റെ സ്വപ്നം, അതാണ് നമ്മുടെ ഈ ലോകത്തിൻ്റെ എക്സിസ്റ്റൻസിന് തന്നെ ഈ ഒരു ഓർഡർ ആവശ്യമാണ് എന്ന് ആ പിതാക്കന്മാർ പറഞ്ഞു. അല്ലെങ്കിൽ ഈ ലോകം തന്നെ അത് എക്സിസ്റ്റ് ചെയ്യാൻ അതിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ പലപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ പറയും, ഞങ്ങൾക്ക് ഇപ്പം ഗേ കപ്പിൾസ്, ഞങ്ങൾ സെയിം സെക്സിലുള്ളവരാണ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, കുടുംബം ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, സമ്മതിച്ചു, അഡോപ്റ്റ് ചെയ്തു, അവർ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, കുറേ കഴിഞ്ഞിട്ട് 1 തലമുറ 2 തലമുറ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ അഡോപ്റ്റ് ചെയ്യുകയാണ്, എല്ലാവരും ഈ രീതിയിൽ അങ്ങ് ആയി ഈ സമൂഹത്തിൽ,
എവിടുന്ന് അഡോപ്ഷന് കുഞ്ഞുങ്ങളെ കൊണ്ടുവരും? സി ദ നാച്ചുറൽ ഓർഡറിന് അതിന് ഭംഗം വരുമ്പോൾ അത് നാച്ചുറൽ ഡിസോർഡറാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതതിൻ്റെ റിസൾട്ടാണ്. ഒന്നും മനസ്സിലായില്ലേ? അപ്പൊ ഇത് തന്നെയാണ് ഫ്രാൻസിസ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഒരു ലിബറേഷൻ നമ്മുടെ യുവജനങ്ങൾക്ക് കൊടുക്കാൻ സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ അവരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ കറക്റ്റ് രീതിയിൽ അവരുടെ ശരീരത്തെക്കുറിച്ചും അവരുടെ ശരീരശാസ്ത്രങ്ങളെക്കുറിച്ച് അതിനുള്ള മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഇതിൽ നിന്ന് വിമുക്തരാക്കാൻ നമ്മൾ സഹായിക്കണം. ഇതാണ് പോപ്പ് ഫ്രാൻസിസ്. പക്ഷേ നമുക്ക് സാറിന് തോന്നുന്നുണ്ടോ നമ്മുടെ ഈ സ്കൂളുകളിലും കോളേജുകളിലും ഈ സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായ രീതിയിൽ പിള്ളേർക്ക് നൽകപ്പെടുന്നുണ്ട് എന്ന് സാറിന് തോന്നുന്നുണ്ടോ? അത് നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരി പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത് നമ്മൾ അത് ചെയ്താൽ അതിന് ഫലമുണ്ടാകും. പക്ഷെ അത് പ്രായോഗികമായിട്ട് എത്രത്തോളം നടക്കുന്നു നമുക്കതിനെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താനോ നമ്മൾ അതൊരു ജനറൽ സെൻസിൽ നമുക്ക് ഒരുപക്ഷേ ഇപ്പം ഷോണിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഷോണിന് പറയാൻ പറ്റും. ടെസയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കുറേ കാര്യങ്ങൾ ടെസയ്ക്ക് പറയാൻ പറ്റും. അതുപോലെ എൻ്റെ അനുഭവത്തിൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മൾ അവിടെ ഒരു ആർഗ്യുമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനോ അല്ല നമ്മൾ പരിശ്രമിക്കുന്നത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യം നമ്മൾ പരിശുദ്ധ പിതാക്കന്മാരിലൂടെ നമുക്ക് കിട്ടിയ ഉത്തരം നമ്മൾ തുറന്നു കൊടുക്കുക. ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്കൂളിൻ്റെ ഉത്തരവാദിത്തമല്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞു, പ്രൈമറി ഡ്യൂട്ടീസ് പേരൻസിൻ്റെയാണ്. പ്രൈമറി റെസ്പോൺസിബിൾ സെക്സ് എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് പേരൻസ് ആണ്. അത് ആരംഭിക്കേണ്ടത് സ്വന്തം വീടുകളിലാണ്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത്. ഇത് സഭ വളരെ കൃത്യമായിട്ട് പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ എപ്പിസോഡുകളിൽ തന്നെ പല ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് സഭയുടെ ഈ സ്വരം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ സ്കൂളുകൾ അവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ രീതിയിൽ കത്തോലിക്ക സ്കൂളുകളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ പറഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. പക്ഷെ സഭ സെക്സ് എഡ്യൂക്കേഷന് എതിരാണ് എന്നുള്ളൊരു ഒരു ധാരണ ഉണ്ട്, ഒത്തിരി പേർക്കും ഉണ്ട്. പക്ഷെ പരിശുദ്ധ പിതാവ് തന്നെയാണ് പറയുന്നത് അങ്ങനെയല്ല. സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം, പക്ഷെ അത് ശരിയായ രീതിയിലായിരിക്കണം. അല്ല, ഈ സെക്സ് എഡ്യൂക്കേഷൻ ഞാനിപ്പോൾ അത് സഭ ഇതിനെതിരാണ് എന്ന് ആളുകൾ പറയുന്നത് ആ പോയിന്റ് കേട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്താണ് സെക്സ്, സെക്ഷുവാലിറ്റി, നമ്മുടെ ഒരു എപ്പിസോഡ് 1-2 എപ്പിസോഡ് അതിനായിട്ട് തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് നിങ്ങളത് കാണുക. അതിനുശേഷം ഇത് കേട്ട് കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനം നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളായിരിക്കുന്ന അവസ്ഥ, ബീയിങ് മെയിൽ ഓർ ഫീമെയിൽ, സെക്സ്, സെക്ഷുവാലിറ്റി, അതിൻ്റെ ഡിക്ഷണറി മീനിങ്, ഹിസ്റ്ററി എല്ലാം നമ്മളെടുത്ത് കുറേ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ വ്യക്തികളും നമ്മൾ ജനിച്ചിരിക്കുന്നത് ഒന്നുകിൽ ആണായിട്ട് പെണ്ണായിട്ട് ഇതെല്ലാം നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ കുടുംബങ്ങളിൽ മാതാപിതാക്കളെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇതിനെ വെറും അനാട്ടമി അല്ലെ ബയോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമ്മുടെ അനാട്ടമി എല്ലാം അതുപോലെ എല്ലാം ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഏജ് അപ്രോപ്രിയേറ്റ്, അത് വളരെ വളരെ വിദഗ്ധമായിട്ട് സഭ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് പേരൻസ് റെസ്പോൺസിബിൾ ആണെങ്കിലും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് പേരൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് വേറെ ആർക്കും ഈ പ്രൈമറി റെസ്പോൺസിബിലിറ്റി കൊടുക്കാത്തത്. ഒരു കുഞ്ഞിനെയും അതിൻ്റെ കപ്പാസിറ്റിയും മനസ്സിലാക്കാൻ ആ മാതാപിതാക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ. ടീച്ചേഴ്സിന് പറ്റത്തില്ല, നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയ്ക്ക് പറ്റത്തില്ല. പണ്ട് ശാലോമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പരമ്പര ഉണ്ടായിരുന്നു. അതിനകത്തൊരു ഗൈനക്കോളജിസ്റ്റ്, ഒരു ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ സംശയം ചോദിക്കുകയാണ്, എങ്ങനെയാ ഞാൻ ഉണ്ടായത്?
അപ്പം പറഞ്ഞു കൊടുക്കുന്ന വളരെ മനോഹരമായിട്ടായിരുന്നു. അത് അപ്പയും അമ്മയും ഒത്തിരി സ്നേഹിച്ച് ജീവിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം അപ്പയ്ക്കും അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് തരാമെന്ന് ദൈവം തീരുമാനിച്ചു. എന്നിട്ട് അമ്മയുടെ വയറ്റിൽ കൊണ്ടുവച്ചു. ഇതാണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ആ ഏജിന് ഒരു കൊച്ചു ചോദിക്കുമ്പോൾ അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇതാണ്. അവിടെ നമ്മൾ അതിനപ്പുറത്തേക്ക് ഇതിനെ സെക്ഷുവലൈസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറഞ്ഞു, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്ന അനാട്ടമി പഠിപ്പിക്കുക, അത് കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ അവർ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പഠിപ്പിക്കണം. ബോഡി പാർട്സ് ഒക്കെ നമ്മൾ ഓരോ ഏജിനനുസരിച്ച് നമ്മൾ അവരെ പഠിപ്പിക്കണം. അത് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ അത് വേറൊരു രീതി, അതും ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ്, ദൈവം നിന്നെ എന്തുകൊണ്ടാണ് പെണ്ണായിട്ടല്ലേ ആണായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്, നിൻ്റെ ഈ ശരീരത്തിൻ്റെ അർത്ഥം എന്താണ്, ദൈവം നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്, അത് നമ്മൾ തിയോളജി ബോഡി അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ കൊണ്ട് കൊടുക്കുകയല്ല. ഇവിടെ ടെസ പറഞ്ഞതുപോലെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട്. അപ്പോൾ അത് പേരൻസിനെ അറിയത്തുള്ളൂ. ഏത് ലാംഗ്വേജിൽ പറഞ്ഞാൽ ആ കുഞ്ഞിനത് കൃത്യം മനസ്സിലാവും. അവരുടെ പ്രത്യേക രീതികൾ, അവരുടെ സ്വഭാവ രീതികളും കൂടെ മനസ്സിലാക്കിയിട്ട് ഇത് പറയാം, അത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സെക്സിനെ കുറിച്ച് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് നമ്മൾ എവിടെയാ ദൈവം ദാനം മനോഹരമായി തന്ന ഈ ജീവിതം നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടത്, സെക്സ് എഡ്യൂക്കേഷനാണ്. നമ്മൾ എവിടേക്കാണ് അവസാനം നമ്മളിതെല്ലാം കഴിഞ്ഞ് പോകുന്നത്, ആ ഈശോ നമ്മൾ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പിള്ളേരുടെ ഏജിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടത്, ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതി ജീവിക്കുക. നമുക്ക് ഏത് രീതിയിലും അതിനെ മാറ്റിയെടുക്കാം. ഇതെല്ലാം ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ സെക്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, മാതാപിതാക്കൾ സെക്സ് എന്ന് പറയുമ്പോൾ എന്തോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ എൻ്റെ കോൺഫറൻസിൽ ഒരു വീഡിയോ കാണിക്കാറുണ്ടായിരുന്നു. ഒരു മലയാളത്തിലെ ഒരു വീഡിയോയാണ്. വീട്ടിലെ സ്കൂൾ കഴിഞ്ഞ് 6ാം ക്ലാസ്സുകാരൻ വീട്ടിൽ വന്നിട്ട് പിന്നെ അമ്മയോട് സെക്സ് എന്താണെന്ന് ചോദിച്ചു. ആ വീട്ടിൽ നടന്ന വലിയ കോലാഹലങ്ങളും അവസാനം അമ്മ അവൻ്റെ പെങ്ങളുടെ അടുത്ത് പറഞ്ഞു വിട്ടു. വലിയ പെങ്ങൾ പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെയുള്ള കാര്യമൊന്നും പറയത്തില്ല, നീ പപ്പ വരുമ്പം ചോദിര്. പപ്പ വന്നപ്പോൾ ഓടിച്ചെന്ന് ഇവൻ, പപ്പ സെക്സ് എന്തുവാന്ന് ചോദിച്ചു. അവൻ ഭയങ്കര ഷോക്കായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു വളരെ ഡ്രമാറ്റൈസ് ചെയ്തിരിക്കുന്നതാണ്, പക്ഷേ വളരെ റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവിടെ എന്താണ് സെക്സ് എന്നുള്ള ഈ കൾച്ചറിൽ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് അതൊരു ആക്ടിവിറ്റിയോ, കുഞ്ഞുങ്ങളെ എന്തിനായി സെക്ഷൽ ആക്ടിവിറ്റി നമ്മൾ പഠിപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം കൊണ്ടാണ് ഇത് സഭ ഇതിനെതിരാണെന്നുള്ളത് പറയാൻ എന്നാണ് ഞാൻ ഇത് ഉദ്ദേശിച്ചത്. സാർ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് ഒരു അവയർനെസ് കിട്ടാത്ത കുട്ടികളാണ് ഈ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറകെ, ഈ ഫോണോഗ്രാഫി പോലുള്ള ആക്ടിവിറ്റീസിന് പുറകെ പോകുന്നത്. എല്ലാത്തിനും കുഞ്ഞുങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് അവരുടെ വളരുന്ന ഏജാണ്. അവർക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുത്താലും വാട്ട് നെക്സ്റ്റ് ചില കുഞ്ഞുങ്ങളെ അൺഎൻഡിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അവർ വളർന്നു വരുന്ന പ്രായത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ലെവലാണത്. അതവരെ നമ്മൾ സപ്രസ് ചെയ്യുകയല്ല, അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കറക്റ്റ് ഡിറക്ഷനിലേക്ക് അവരുടെ ചിന്തകളെ നമ്മൾ വിടാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ പോപ്പ് ഫ്രാൻസിസ് ഇവിടെ പറയുന്ന ഇതാണ്, യൂറോപ്പിലും അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യയിലെ ചില രാജ്യങ്ങളിലും പല രൂപങ്ങളിലുള്ള പ്രത്യയശാസ്ത്ര കോളനിവൽക്കരണങ്ങളെ വ്യക്തമായി കാണാം. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് ഐഡിയോളജിക്കൽ കൊളോണൈസേഷൻ. അത് വളരെ ശക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണ്. ജെൻഡർ ഐഡിയോളജിയെക്കുറിച്ച് ഐഡിയോളജിക്കൽ കോളനൈസേഷനാണ് മുഖ്യമായും. അതിലൊന്ന് ഞാൻ അതിനെ ലിംഗഭേദത്തിൻ്റെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ജെൻഡർ ഐഡിയോളജി എന്ന് വ്യക്തമായി വിളിക്കും. അപ്പോൾ ഫ്രാൻസിസ് വളരെ ക്ലിയറായിട്ടാണ് അവിടെ പറയുന്നത്. ഇന്ന് സ്കൂളുകളിൽ കുട്ടികളെ താന്താങ്ങളുടെ ഇഷ്ടപ്പെട്ട ലിംഗഭേദം തിരഞ്ഞെടുക്കുവാൻ താന്താങ്ങൾക്ക് കഴിയുമെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ പിതാവ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്, വഴിവിട്ട് നിങ്ങൾക്ക് പണം തരുന്ന സ്ഥാപിത താല്പര്യക്കാരായ ചില വ്യക്തികളും സ്ഥാപനങ്ങളും തന്നെയാണ് ആ പുസ്തകങ്ങളും അടിച്ചിറക്കുന്നത്. ഏറ്റവും ഭീകരമായ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത്തരം പ്രത്യയശാസ്ത്ര കോളനിവൽക്കരണത്തിൻ്റെ അഗെയിൻ ഐഡിയോളജിക്കൽ കൊളനൈസേഷൻ്റെ മൂല്യരഹിതമായ രൂപങ്ങളെ
അന്താരാഷ്ട്ര സമൂഹത്തിൽ സ്വാധീനമുള്ള പല രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നു. ഇത് ഭയാനകമാണ്. ഇത് വളരെ ശക്തമായിട്ട് 2016 പോളണ്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക് യാത്രക്കിടയിൽ അവിടുത്തെ ബിഷപ്പുമാരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ യുനെസ്കോ, യൂണിസെഫ്, അതുപോലെ തന്നെ UNFPA, ഇവരൊക്കെ WHO ഇവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി ഇറക്കിയിരിക്കുന്ന ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നതിനെ പ്രത്യേകമായിട്ട് ഉന്നം വെച്ചുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് ഇതൊക്കെ സംസാരിച്ചത്. കൃത്യമായിട്ടും ഒരു ഭയവും കൂടാതെ അത് എടുത്തു കാണിച്ചിട്ടുണ്ട് ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയോളജിക്കൽ കോളനൈസേഷൻ, അത് നമുക്ക് ആദ്യം വിചാരിക്കും ശരിക്കും ഒരു പ്രോഫറ്റിക് ലാംഗ്വേജിലാണ് അദ്ദേഹം അത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ തക്കവണ്ണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏജൻസികൾ നിങ്ങൾക്ക് പൈസ തരുന്നത് കൊണ്ടല്ലേ നിങ്ങളിത് അടിച്ചിറക്കുന്നത്? അത് അന്താരാഷ്ട്രങ്ങളും പലതരത്തിലുള്ള രാഷ്ട്രങ്ങൾ, അന്താരാഷ്ട്ര സമൂഹങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു. അതാ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ട്രാജഡി അതാണ്. ഇതിൽ നിന്ന് പൈസ കിട്ടുന്ന ഒത്തിരിയേറെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്ന ഒത്തിരി കമ്പനീസ് ഉണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ തന്നെ ഒരു ശരിക്കും ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അത് പറയാൻ കാണിക്കുന്ന ഒരു ചങ്കൂറ്റം. ശരിക്കും ഞാൻ നോക്കിയിട്ട് നല്ല ബോൾഡ് ലാംഗ്വേജസ് അദ്ദേഹം ഇംഗ്ലീഷ് നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പ് ലാംഗ്വേജാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഏത് പിതാക്കന്മാരും സഭയുടെ ആ ചൈതന്യം അനുസരിച്ചിട്ടാണ് പരിശുദ്ധാത്മാവ് അവരെ നയിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് ഓർമ്മിപ്പിക്കുക. അപ്പം നമുക്ക് ഈ പോപ്പ് ഫ്രാൻസിസിൻ്റെ വീണ്ടും നമുക്ക് പല അവസരങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ നല്ല സ്ട്രോങ് ലാംഗ്വേജിൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം തീരാറായി അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഒരു പക്ഷേ നമുക്കിത് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. അടുത്ത എപ്പിസോഡുകളിലൊക്കെ പോപ്പ് ഫ്രാൻസിസിൻ്റെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സാർ ഒരു ചെറിയ പ്രാർത്ഥനയോടെ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ ഈ ഈ എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് ജെൻഡർ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ള കുഞ്ഞുങ്ങളെ, യുവാക്കളെ സപ്പോർട്ട് ചെയ്യേണ്ടത് മാതാപിതാക്കളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിൽ നിന്നും പുറത്തു വരുവാൻ നമ്മൾ അവരെ ആവും വിധം സഹായിക്കണം. അല്ലെങ്കിൽ ഒരു വലിയ ആപത്ത് നിറഞ്ഞ ഒരു പുതിയ തലമുറയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് ഈ ലോകം തന്നെ തിന്മയുടെ ശക്തികളിലേക്ക് വഴുതി വീഴും എന്നൊക്കെ പോപ്പ് ഫ്രാൻസിസിലൂടെ ഞങ്ങൾ കേട്ടു. അദ്ദേഹത്തിലൂടെ സഭയ്ക്ക് നൽകിയ എല്ലാ നന്മകളെയും ദാനങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ഈ ജെൻഡർ ഐഡിയോളജിയുടെ വിക്ടിംസായിട്ട് ആരൊക്കെയുണ്ടോ അവരെയെല്ലാം ഞങ്ങൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഹെൽപ്പ് ചെയ്യുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ, അവരുടെ തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് പുറത്തു വന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ അങ്ങ് പ്രത്യേകമായിട്ട് അവരെയെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വികലമായ ഒത്തിരിയേറെ ഐഡിയോളജികൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെ വളരെ വ്യക്തമായിട്ട്, വളരെ വിമർശിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത് ഒരാഹ്വാനം കൂടെയാണ്, നമ്മൾ ഓരോരുത്തരിലേക്കുമുള്ള ആഹ്വാനം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നേർവഴിയിലേക്ക് നയിക്കാൻ, ഇങ്ങനെയുള്ള ഐഡിയോളജികൾക്കെതിരായി നിൽക്കാൻ, ഇങ്ങനെയുള്ള ആൾക്കാരെയല്ല, ഇങ്ങനെയുള്ള ഐഡിയോളജികളെ കൃത്യമായിട്ട് നിശിതമായിട്ട് വിമർശിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണിത്.
ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മളിവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ വളരെ മനോഹരമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ച ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. info@tobforlife.org